ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഇതൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോയാണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് താമസിച്ച് പോയി. വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്രദമാവുന്നൊരു വീഡിയോ ആയിരിക്കും കേട്ടോ അത്. സർവ്വസുഗന്ധിയുടെ ഇലയില്ല, അത് നമുക്ക് എങ്ങനെ നല്ല ക്ലീനായിട്ട് നല്ലവണ്ണം ഡ്രൈ ചെയ്ത് നിഴലത്തുണക്കി നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ. ഇതിപ്പം ഞങ്ങൾക്കിവിടെ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് കിട്ടുമ്പോഴത്തേക്കും ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമുക്ക് വെള്ളം തിളപ്പിക്കാനും മസാല പൊടിക്കാനും ഇറച്ചിക്കറി വയ്ക്കുമ്പോൾ അതിനകത്ത് ഇടാനും കടലക്കറിക്കും ഒക്കെ നമുക്ക് വയ്ക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഒരു ദിവസം ഒന്ന് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ ഇലയൊക്കെ കുറേയൊക്കെ പൊഴിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പം നല്ല ഉണക്ക സമയം കൂടെ അല്ലേ, കാരണം ഞാനിത് വീഡിയോ ഇടുന്ന സമയത്ത് മഴയാണെങ്കിൽ പോലും ഞാനിത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്. വോയിസ് ഇടുന്ന ഇപ്പോഴാണെന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഉണക്കി ഒക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഞാനിത് കഴുകിയതിന് ശേഷം നല്ലോണം സ്ട്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിൻ്റെ മേളിൽ വെച്ച് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വെക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ക്ലിപ്പ് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. ഇതിന് ബാക്കിൽ കുറേ വീഡിയോസ് വന്നുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതവിടെ ഇരിപ്പായി പോയത്. അങ്ങനെ മാത്രമല്ല, ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും വീഡിയോയുടെ കൂടെ ഇതും കൂടി ചേർക്കാം, അപ്പം കുറച്ച് ലെങ്തി ആവുമല്ലോ എന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അങ്ങനത്തെ ഇതേപോലെ സ്ട്രെയിനറിൽ തന്നെ ഞാനൊരു ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ല പല്ലിയോ പാറ്റയൊക്കെ നക്കിയാലോ. എന്നിട്ട് നമുക്കിത് 2-3 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയപ്പം ചെറുതായിട്ടൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിത് സൂക്ഷിച്ച് വെക്കാനുള്ളതല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് മുറത്തിലൊന്ന് നിരത്തിയിടേണ്ട ആവശ്യമേ വന്നില്ല, കാരണം നല്ല വെയിലുള്ള സമയത്തായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു നമുക്കിതുപോലൊരു കണ്ടെയ്നർ സെറ്റിലാക്കി സൂക്ഷിച്ച് വെച്ചേക്കാം. ഇങ്ങനെ നമ്മൾ വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കിത് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ, കാരണം ഇതെൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയത്. അവിടെ ആണെങ്കിൽ വലിയ മരമാണ് കേട്ടോ, അതുകൊണ്ട് അവർക്ക് തന്നെ എപ്പോഴും പറിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും ഞാനിത് സൂക്ഷിച്ച് വെക്കുകയാണേ. ഇത് വെള്ളം തിളപ്പിക്കാനൊക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഈ ഒരു വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.